നമസ്കാരം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF നടത്തിയ കുറ്റവിചാരണ സദസ്സും സമരാഗ്നിയും ഒക്കെ ജനങ്ങളെ ഏത് രീതിയിൽ സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ, നമ്മൾ നടത്തിയ അഭിപ്രായ സർവേകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഇതൊന്നും ജനങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് നമ്മൾ ഈ പറയുന്നത് പോലെ ആ, കുറ്റവിചാരണ സദസ്സും ഒപ്പം സമരാഗ്നിയും ജനങ്ങളെ സ്വാധീനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ 75% ആളുകളും പറയുന്നത് സ്വാധീനിച്ചില്ല എന്നാണ്. 25% ആളുകൾ മാത്രമാണ് സ്വാധീനിച്ചു എന്ന് അവകാശപ്പെടുന്നുള്ളൂ. അതിന് ചില കാരണങ്ങൾ കൂടിയാണ്. നമുക്കറിയാം, ഈ കുറ്റവിചാരണ സദസ്സ് എന്തിനു വേണ്ടിയാണ് UDF നടത്തിയത്? അതായത് നവകേരള സദസ്സിനെ പൊളിക്കാൻ വേണ്ടി സതീശനും സുധാകരനും കൊണ്ടുവന്ന ഒരു പുതിയ സമര പരിപാടിയായിരുന്നു കുറ്റവിചാരണ സദസ്സ്. ഈ കുറ്റവിചാരണ സദസ്സ് നടന്ന വേദികളിലൊക്കെ എന്താണ് കാണാൻ സാധിച്ചത്? ഒഴിഞ്ഞ കസേരകൾ മാത്രമാണ് കാണാൻ സാധിച്ചത്. അതായത് നവകേരള സദസ്സിൽ തടിച്ചുകൂടിയ മൈതാനിയിൽ നിറഞ്ഞു കവിഞ്ഞ ആളുകളെക്കാൾ കൂടുതൽ ആളുകളെ കുറ്റവിചാരണ സദസ്സിൽ കൊണ്ടുവന്ന് ആ പരിപാടിയെ പൊളിക്കാൻ, ഒപ്പം പ്രതിപക്ഷത്തിന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വാധീനം കാണിക്കാനൊക്കെ ആയിരുന്നു സതീശനും സുധാകരനും ഒക്കെ ശ്രമിച്ചതെങ്കിൽ, തങ്ങൾക്ക് ഒരു രീതിയിലുള്ള സ്വാധീനവും ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സതീശനും സുധാകരനും ഒക്കെ സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞ, അവർക്ക് സാധിച്ച ഒരു പരിപാടിയായിരുന്നു ഈ പറയുന്ന കുറ്റവിചാരണ സദസ്സ്. അതായത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും 140 മണ്ഡലങ്ങളിൽ അവർ വോട്ടർമാരെ കാണാൻ, അവരുടെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളെ കാണാൻ വേണ്ടി ചെല്ലുകയാണ്. ജനപ്രതിനിധികളായ അവർ ചെല്ലുന്നു, ജനങ്ങളുടെ പരാതി കേൾക്കുന്നു. ഈ സർക്കാർ ഇനി കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് സ്വീകരിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായ ഒരു പരിപാടി. ആ പരിപാടിയിൽ ജനങ്ങൾ വല്ലാത്ത രീതിയിൽ അങ്ങ് തടിച്ചുകൂടാൻ തുടങ്ങിയപ്പോൾ അത് പ്രതിപക്ഷത്തെ ചെറുതായൊന്നുമല്ല പേടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ഈ വിരളി പൂണ്ട് കാണിച്ചു കൂട്ടിയ കാട്ടിക്കൂട്ടലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത് അശ്ലീല സദസ്സാണ്, ആർഭാട സദസ്സാണെന്നൊക്കെ പറഞ്ഞ് അത്രയും ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു വേദി അശ്ലീല സദസ് എന്നൊക്കെ വിളിച്ച് സതീശനൊക്കെ ആക്ഷേപിച്ചതൊക്കെ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലൊരു മോശമായ ഒരു സ്വാധീനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ കോൺഗ്രസിന് വലിയ രീതിയിൽ, UDFന് വലിയ രീതിയിൽ അത് തിരിച്ചടിയായിട്ടുണ്ട്. അതായത് നവകേരള സദസ്സ് നടക്കുന്ന വേദികളിൽ പ്രതിപക്ഷ MLA മാർ, UDFന്റെ MLA മാർ പങ്കെടുക്കരുത് എന്ന ആ പ്രഖ്യാപനം പോലും ജനങ്ങൾക്ക് വലിയ തോതിൽ വെറുപ്പുണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ വിനയായി മാറും എന്ന് തന്നെയാണ് ജനങ്ങളുടെ അടുത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം നടന്ന സമരാഗ്നിയിൽ എന്താണ് കണ്ടത്? ഞങ്ങൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും എതിരാണ് എന്ന് പറഞ്ഞാണ് അവർ സമരം നടത്തുന്നത്. അതും 14 ജില്ലകളിലാണ് ഇവർ സമരം നടത്തുന്നത്. പല ജില്ലകളിലുമൊക്കെ അമ്പേ പരാജയമായി പോയെന്ന് മാത്രമല്ല, തുടക്കം മുതൽ അവസാനം വരെ വിവാദം. അതായത് ആ പരിപാടിയിൽ നമ്മൾ കണ്ടത് സുധാകരനും സതീശനും തമ്മിലുള്ള ഐക്യമില്ലായ്മയായിരുന്നു. കോൺഗ്രസിനകത്തെ പൊട്ടിത്തെറി വളരെ വ്യക്തമായി നമുക്ക് കാണിച്ചു തരാൻ സാധിച്ച ഒരു പരിപാടിയാണ് സമരാഗ്നി എന്ന് പറയുന്നത്. സമരാഗ്നി നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ വലിയ തോതിൽ നമുക്കറിയാമല്ലോ, വാർത്തകളിൽ ഇടം പിടിച്ചത് എങ്ങനെയാണ്? വിവാദപരമായാണ്. അതായത് തുടക്കം തന്നെ സതീശനും സുധാകരൻ തമ്മിൽ ഉടക്കുന്നു. ആ ഉടക്കലിന് ഇടയിൽ സുധാകരൻ സതീശനെ തെറി വിളിക്കുന്നു. അത് വലിയ വിവാദമാകുന്നു. പിന്നീട് കണ്ടത്, പിറ്റേ ദിവസം ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നതിൽ സതീശൻ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു. അതിന് പിറ്റേ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിൽ സതീശൻ സുധാകരനെ അടിച്ചിരുത്തിക്കൊണ്ട് ഒരക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് സുധാകരനെ ഇരുത്തുന്ന, വായടപ്പിക്കുന്ന ചില കാഴ്ചകൾ കൂടി നമ്മൾ കണ്ടു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് സതീശനും സുധാകരനും തമ്മിലുള്ള ഐക്യമില്ലായ്മ തന്നെയായിരുന്നു. പുതുപ്പള്ളിയിൽ മൈക്കിന് വേണ്ടി അടികൂടിയവർ പിന്നീട് പരസ്പരം തെറി പറഞ്ഞും ഇതുപോലെ അടിച്ചിരുത്തിയുമൊക്കെ പ്രതിപക്ഷം ഒരു പ്രഹസന പക്ഷമായി മാറുന്ന കാഴ്ച ജനങ്ങൾ കണ്ടപ്പോൾ, എന്തിന് നമ്മൾ ഇവർക്ക് ഭരണം കൊടുക്കണം, എന്തിന് നമ്മൾ ഇവരെ ഭരണം ഏൽപ്പിക്കണം എന്ന ചോദ്യങ്ങൾ ഉയർന്നു. സമരാഗ്നിയിലേക്ക് വരികയാണെങ്കിൽ, ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സംസാരിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ ഭാഷയിൽ ഒന്ന് സംസാരിക്കാൻ സുധാകരന് പോലും കഴിഞ്ഞില്ല. മാത്രവുമല്ല, 24 മണിക്കൂറും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇവർ പറയുന്നതും സംസ്ഥാന സർക്കാരിനെതിരെയാണ്. എന്നാൽ സംസ്ഥാന സർക്കാരാകട്ടെ 24 മണിക്കൂറും അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്, മോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയാണ്. ഈ സമരാഗ്നിയുടെ സമാപന ചടങ്ങിൽ പോലും നമ്മൾ എന്താണ് കണ്ടത്? തുറന്ന് സമ്മതിച്ചല്ലോ സുധാകരൻ. അതായത് നമ്മുടെ നടത്തുന്ന പരിപാടികളിലൊന്നും ജനങ്ങൾ കേട്ടിരിക്കുന്നില്ല. പരിപാടി തുടങ്ങി 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒഴിഞ്ഞ കസേരകൾ മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നൊക്കെ സുധാകരൻ പറഞ്ഞ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം അവസാനം ദേശീയഗാനം പാടിയപ്പോൾ ആ ദേശീയഗാനം പോലും തെറ്റിച്ച് പാടിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്.
അങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അടപടലം കോൺഗ്രസ് തന്നെ പടമാകുന്ന ഒരു അഗ്നിയിൽ കത്തി ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് സമരാഗ്നിയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ ഈ സമരാഗ്നിയും ഈ പറയുന്ന കുറ്റവിചാരണ സദസ്സും ഒക്കെ വലിയ തോതിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിലും വലിയ ചർച്ചയാകുന്നുണ്ട്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ മോദി സർക്കാരിനെതിരെ ഒരു വലിയ തോതിൽ ഒരു ശക്തമായ ശബ്ദമുയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല, UDF കഴിഞ്ഞിട്ടില്ല എന്ന ഒരു പ്രതികരണം ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് LDF എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ആ എന്തുകൊണ്ട് LDF എന്ന ചോദ്യത്തിനുള്ള വ്യക്തമായ ഉത്തരം ഈ കഴിഞ്ഞ കാലയളവിൽ LDF നടത്തിയിട്ടുള്ള പല സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ തന്നെയാണ്. 18 MP-മാർ ഈ പറയുന്നത് പോലെ UDF MP-മാർ ലോക്സഭയിലേക്ക് പോയെങ്കിലും ലോക്സഭയ്ക്ക് പുറത്തുള്ള LDF പല നേതാക്കൾക്കും അതിൽ കൂടുതൽ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. പൗരത്വ ഭേദഗതി ബില്ലായാലും കർഷക ബില്ലായാലും മണിപ്പൂർ വിഷയമായാലും അങ്ങനെ എടുത്തു നോക്കിയാൽ ഏത് വിഷയത്തിലും തങ്ങളുടേതായിട്ടുള്ള നിലപാട് വളരെ വ്യക്തമായി പറയാൻ കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു പ്രസ്ഥാനം LDF എന്ന് പറയുന്ന ആ പാർട്ടിയാണ്. അതുകൊണ്ട് LDF സ്ഥാനാർത്ഥികൾ ജയിച്ച് ഇക്കുറി ലോക്സഭയിലേക്ക് പോയാൽ എന്തായാലും ഇത്തരത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദി സർക്കാരിനെ പോലുള്ള ആളുകൾ ഇനിയൊരു അധികാരത്തിൽ വന്നാൽ അവരെ മുട്ടുകുത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്ന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടാൻ കഴിയുമെന്ന് ജനങ്ങൾ എന്തായാലും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുറ്റവിചാരണ സദസ്സും അതുപോലെ തന്നെ നമുക്കറിയാം ഈ സമരാഗ്നിയും ഒക്കെ വിലയിരുത്തുമ്പോൾ എന്തായാലും ഈ എൻ്റെ പിന്നിൽ കാണുന്നത് പോലെ ഒരു പച്ചപ്പ്, ഈ കുളത്തിൽ കാണുന്ന ഒരു പച്ചപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആഞ്ഞടിക്കുന്ന കാഴ്ചയുണ്ടാകില്ല, ചുവന്നു തുടിക്കും എന്ന് തന്നെയാണ് നമുക്ക് അഭിപ്രായ സർവേകളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.